നമ്മുടെ ടോവിയേട്ടനെ വെച്ചു. അദ്ദേഹത്തിന്റെ മകൻ ജൂനിയർ ലാൽ 40 കോടി മുടക്കി അങ്ങ് മൂന്നാർ, ദുബായ്, കാശ്മീർ വരെ പോയി ഷൂട്ട് ചെയ്ത് 5 കോടി നേടിയ സാക്ഷാൽ ശിവാജി ഗണേശന്റെ പേര് അടിച്ചു മാറ്റിയത് കാരണം ഫാൻസ് ബഹളമുണ്ടാക്കി സിനിമയുടെ പേര് പോലും മാറ്റിയ പടമാണ് നടികർ. ചുമ്മേണ പൊട്ടിയ ഇങ്ങനെ തലവട്ടം കണ്ട നനഞ്ഞ പടക്കം വരെ പൊട്ടും. ഇടുക്കി ഡാമിന്റെ പരിസരത്ത് ധ്യാൻ ചേട്ടൻ ബാൻഡാണ്. അതുവഴി ഇങ്ങനെ പോയി അതും പൊട്ടുവന്ന്. ഐ ലൈക്ക് ദ പ്ലോട്ട്. ഈ പടത്തിന്റെ പ്ലോട്ട് വളരെ മനോഹരമാണ്. യെസ്, ഇനി സിനിമ നോക്കും. നമ്മൾ ഉദയനാണ് തരത്തിൽ ഇതുപോലെ സിമിലർ ആയ ഒരു പ്ലോട്ട് കണ്ടിട്ടുണ്ടല്ലോ. അപ്രതീക്ഷിതമായി സ്റ്റാർ ആവുന്ന ഒരു ആവറേജ് നായകൻ, അതും വെറും സ്റ്റാർ അല്ല, സൂപ്പർ സ്റ്റാർ. അഹങ്കാരവും ഈഗോയും കോംപ്ലക്സും കൊണ്ട് വന്ന വഴിയൊക്കെ മറന്നുപോയി വെറും താന്തോന്നിയായി പോകുന്നതാണ് സിനിമയുടെ പ്ലോട്ട്. അത് സത്യം, ആ പറഞ്ഞത് ഉള്ള കാര്യമാണ്. ഈ പടത്തിലെ കോസ്റ്റ്യൂംസ്, ടോണിയുടെ ലുക്ക്, കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു. ഇനി ഒരു ലോഡ് കഥാപാത്രങ്ങളും നായകന്മാരും ഈ സിനിമയ്ക്കകത്തുണ്ട്. നോക്കും, നമ്മുടെ ജൂനിയർ മോഹൻലാൽ, ബാലു വർഗീസ്, കൺവിൻസിംഗ് സ്റ്റാർ, ഇവരെല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഇതെന്താണ് ഈ നടക്കുന്നതെന്ന് ചോദിച്ചാൽ സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ആണ്. ടൊവിനോ നായകനാകുന്ന നമ്മുടെ രഞ്ജു വീടും ഡയറക്ടർ ആകുന്ന ഒരു സിനിമ. അദ്ദേഹത്തിന് മിസ്റ്റർ ഡേവിഡ് പടിക്കൽ AKA ടൊവിനോയുടെ അഭിനയം ഇഷ്ടപ്പെടില്ല. ഇൻസൾട്ട് ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. അങ്ങനെ ആ സെറ്റിൽ നിന്ന് പോട്ടി ഉണ്ടാക്കി ടൊവിനോ സർ ഇറങ്ങിപ്പോകും. ശേഷം സ്വല്പം റിലാക്സേഷന് വേണ്ടി അങ്ങ് ദുബായിലോട്ട് പോകും. അത് നമ്മുടെ ഗണപതി അല്ലായിരുന്ന എല്ലാരും ഉണ്ടല്ലോ. അനിമൽ ബോയ്സിന്റെ സെറ്റിന് നടികാരന്റെ സെറ്റിന് ഒറ്റ കക്കുസൂഴിയായിരുന്നെന്നാണ് അറിയാൻ പറ്റിയത്. ശേഷം ഇനിയാണ് കഥയുടെ ഗതി മാറുന്നത്. മൊത്തത്തെ അലമ്പായിരിക്കുന്ന ആ ജീവിതം പഴയ സ്റ്റാർഡും തന്റെ ആക്ടിംഗ് സ്കില്ല് തെളിയിക്കാനുമായി അഭിനയം പഠിക്കാൻ തീരുമാനിക്കും. അങ്ങനെ അഭിനയം പഠിപ്പിക്കാൻ വരുന്ന സാറാണ് സൗബിൻ. നിങ്ങൾ ഈ സാധാരണ ജനങ്ങളെ പോലെ ജൈവികമായിട്ടുള്ള വികാരങ്ങൾ ലൈക്ക് പെയിൻ, ഹേറ്റ്, ഈഗോ, ജാഡ, ഇൻസൾട്ട് ഇതൊന്നും ബാധിക്കുന്ന കാര്യമേ അല്ല. ബേസിക്കലി പറഞ്ഞാൽ പുള്ളി ഒരു ആധുനിക മനുഷ്യനാണെന്ന്. നമുക്കൊക്കെ ഒരു ഒറ്റ ആധുനിക മനുഷ്യനെ അറിയാവൂ. അസംബന്ധം പിടിച്ച ഒരു ആലോചന ലോകത്തുണ്ടോ? ഓക്കെ, പല സ്ഥലങ്ങളിലും പലപ്പോഴും കൂടെ നടന്ന ഒരു ഡ്രൈവറിനെ പോലെ ടൊവിനോയുടെ അഭിനയം തേച്ച് മിടുക്കനാക്കാനായി സോബിൻ പല അവസരങ്ങളിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ആദ്യമൊന്നും ഇതൊന്നും ടൊവിനോ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈഗോ കാരണമേ. അങ്ങ് റഷ്യയിൽ പോയി വ്ളാഡിമിർ പുടിൻ എന്ന് വരെ അഭിനയം പഠിച്ചിട്ട് വന്ന ആളാണ് സോബിൻ. ഇതിൽ എന്ന് അല്ല, എനിക്കാകെ റഷ്യയിൽ വ്ളാഡിമിർ പുടിനെയും പിന്നെ ഖബീബിനെ മാത്രമേ അറിയാവൂ. വേറൊരു പേര് പറയും, എന്തോ സ്ലെവൻസ്ക്ലോസ്കി. എനിവേ, സിനിമയെ പറ്റി അറിയാവുന്നവർക്ക് അത് അറിയാമായിരിക്കുമല്ലോ. എനിക്ക് അറിഞ്ഞൂടല്ലോ സിനിമയെ പറ്റി. ഞാൻ എന്ത് പറയണം? നോക്കൂ, പ്രധാനമായും എനിക്ക് 2 കാര്യങ്ങളാണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. ഒന്ന്, വളരെ നല്ല പ്ലോട്ട് ആയിരുന്നെങ്കിലും എക്സിക്യൂഷൻ വളരെ നല്ലതായിരുന്നെങ്കിലും സ്ക്രീൻ പ്ലേ അത്ര നന്നായില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. മാത്രമല്ല, ഇമോഷണലി നമുക്ക് ഈ സിനിമയുമായി കണക്ട് ആവാൻ കഴിഞ്ഞില്ല. പിന്നീട് സൗബിന്റെ ക്യാരക്ടർ, ഈ ക്യാരക്ടർ വളരെ ആധുനിക മനുഷ്യനാണെന്നും ഈഗോയും കോംപ്ലക്സും വികാരങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യനാണെന്നും അങ്ങ് റഷ്യ, മാലി തിയേറ്ററിൽ പോയി അഭിനയം പഠിച്ചിട്ടൊന്ന വലിയ അണ്ണനാണെന്നൊക്കെ പറഞ്ഞിട്ടും ആ കഥാപാത്രം പേഴ്സണലി എനിക്ക് അങ്ങോട്ട് കൺവിൻസ് ആയില്ല. പിന്നീട് ടൊവിനോ പടമല്ലേ, അതിലൊരു ഫൈറ്റ് ഒക്കെ വേണമല്ലോ. നല്ലൊരു ഫൈറ്റ് മുത്തുമാലയ്ക്ക് ശേഷം, തണ്ണിമാല, തല്ലുമാലയ്ക്ക് ശേഷം ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. $40 കോടി മുതലാക്കി എടുത്ത പടത്തിന് 5 കോടിയെങ്കിലും കിട്ടിയല്ലോ. ധാരാവിലെ ഓട്ടോറിക്ഷ ഓടിക്കണവരെ അതിനേക്കാളും പൈസ ഉണ്ടാക്കും. പടം ഇറങ്ങി 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് സൈനാപ്ര ഈ പടം എടുത്തത്. ശരി, ഈഗോയും കോംപ്ലക്സും മൂത്ത ടൊവിനോ സൗബിന്റെ മുഖത്തിട്ട് ഒരെണ്ണം പൊട്ടിക്കും. അതോട് കൂടിയാണ് കഥയുടെ ഗതി അപ്പാടെ മാറുന്നത്. അതേ അവസരത്തിൽ തന്നെ ബാലു വർഗീസിനെയും ഇവൻ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനത്തെ വികാരങ്ങളൊന്നും ഇല്ലെന്ന്. വികാരങ്ങളൊന്നും ഇല്ല. എന്ത് മുനിസിപ്പാലിറ്റി കഴുത്തിൽ കുരുക്കിട്ട് കുത്തിയപ്പെടുത്താം. ഈ സിനിമയിലെ ബാലുവിന്റെ പ്രകടനം, കൺവിൻസേട്ടന്റെ പ്രകടനം, വിനോയുടെ പ്രകടനം, ഭാവനയുണ്ട്. ഭാവന ആക്ച്വലി ഈ പടത്തിൽ വെറുതെയാണ്, വേറെ കാര്യമൊന്നുമില്ല. എന്നാലും തിരിച്ചു വന്നതിൽ വളരെ നന്ദിയുണ്ട്. അതിനുശേഷം പിന്നെ വേറെ സിനിമയിലൊന്നും ഞാൻ കണ്ടില്ല. എനിവേ, എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. ഇന്ദ്രൻ സേട്ടൻ വരെയുണ്ട്. ഈ ഒരു ഭാഗത്ത് ടൊവിനോ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ലതിനെ നല്ലത് എന്ന് തന്നെയാണല്ലോ പറയേണ്ടത്. പക്ഷെ നന്നാവാൻ തീരുമാനിച്ച ടൊവിനോ ആദ്യം പിണങ്ങി ഇറങ്ങി പോകൂലേ രഞ്ജിത്തേട്ടന്റെ സെറ്റിൽ നിന്ന്. അവിടേക്ക് ഒരു പൈനാപ്പിൾ കേക്കും വാങ്ങിച്ച് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി കൺവിൻസ് സ്റ്റാറിനെ കൂടെ കൂട്ടിച്ചെല്ലും. ഇത്രയും പൊൻചുണ്ടിക്കാരനായ രഞ്ജിത്തേട്ടനെ വെറും ഒരു പൈനാപ്പിൾ കേക്കിൽ നമുക്ക് വീഴ്ത്താനാകുമോ സുഹൃത്തെ? ഇനി കഥയിൽ ഒരു കാര്യമില്ലാതെ നമ്മുടെ സലീം കുമാറിന്റെ മകൻ വരുന്നുണ്ട്. അവൻ ഡേവിഡ് പടിക്കലിന്റെ വലിയ ആരാധകനാണ്. ചാവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ചാവാൻ വേണ്ടി പോകും. പക്ഷെ ടൊവിനോ കൃത്യസമയത്ത് അവിടെ എത്തി അവനെ രക്ഷിക്കും. നോക്കൂ, ഇങ്ങനെ ഒരു കഥാപാത്രത്തിന്റെ യാതൊരു ആവശ്യകതയും ഈ സിനിമയിൽ എവിടെയും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ ആ ക്യാരക്ടർ ചന്തു വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 2.5 മണിക്കൂറുള്ള സിനിമ ഇതൊക്കെ കാരണമാണ് 3 മണിക്കൂറുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഇതിൽ ദിവ്യ പിള്ള ടൊവിനോയുടെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. വെറുതെ ഒരു കുട്ടിയായിരുന്നപ്പോൾ ഇത് ഒരു സായിപ്പിനെ കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ ടൊവിനോയെ ഒരു അനാഥാലയത്തിലാക്കിയിട്ട് അമ്മച്ചി അങ്ങ് കടന്നു കളയും.
കളയും. അതിന്റെ ഒരു ട്രോമയൊക്കെയാണ് ടൊവിനോയ്ക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ അഭിനയം കൊണ്ടും സ്ക്രീൻ പ്ലേ കൊണ്ടും ഈ ഒരു ഭാഗങ്ങൾ ഒന്നും അസേ പ്രേക്ഷകൻ എനിക്ക് തീരെ കണക്ട് ആയില്ല. എനിക്ക് ഒട്ടും തന്നെ മനസ്സിലായതുമില്ല. അതൊക്കെ കൊണ്ടായിരിക്കണം ഈ സിനിമ തിയേറ്ററിൽ പരാജയമായി മാറിയത്. ഫ്ലാഷ് ബാക്ക് ഈ രീതിയിൽ പറഞ്ഞിട്ട് അവസാനം സിനിമയ്ക്കകത്ത സിനിമയിൽ അതിന്റെ ക്ലൈമാക്സ് രംഗങ്ങളിൽ തന്റെ കളഞ്ഞുപോയ അച്ഛനെ ആദ്യമായി കാണുന്ന മകനായി സ്വയം പെർഫോം ചെയ്യുകയാണ് ടൊവിനോ ഈ സിനിമയിൽ. പക്ഷെ അവിടെ എവിടെയും ചായൽ വീണ ഉറുമ്പിന്റെ പ്രാധാന്യം പോലും എനിക്ക് ഒന്നും സിനിമയിൽ ഫീൽ ചെയ്തതേ ഇല്ല. എന്തായാലും നായകൻ നന്നാവുന്നുണ്ട്. തല്ല് കൊടുത്താണെങ്കിൽ സൗബിന്റെ വീട്ടിൽ പോയി അദ്ദേഹം സോറിയൊക്കെ പറഞ്ഞ് ബിരിയാണി എല്ലാം കഴിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് പിരിയുന്നുണ്ട്. നോക്കൂ സുഹൃത്തുക്കളെ, ഇനി ഇതാണ് ഈ സിനിമയിലെ ക്ലൈമാക്സ് രംഗം. അതായത് സിനിമയ്ക്കുള്ളിലെ സിനിമയും നമ്മൾ കാണുന്ന സിനിമയിലെ ഡേവിഡ് പടിക്കൽ എന്ന നായകന്റെ സിനിമയും റിയൽ ലൈഫിൽ അദ്ദേഹത്തിന് ഉണ്ടായ ഇൻസിഡന്റും ഈ സിനിമയിലെ ക്ലൈമാക്സ് തമ്മിൽ ബന്ധമുള്ളത് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെ നായകൻ, അതായത് സിനിമയ്ക്കുള്ളിലെ നായകന് ഹിമാലയത്തിൽ കയറണം. അദ്ദേഹം കാണാൻ വരുന്നത് ഒരു വലിയ മനുഷ്യനെയാണ്, അതായത് നമ്മുടെ പകുതി ലാലേട്ടനെ. അയാൾ ഒരു വലിയ ഹിമാലയൻ കയറ്റക്കാരനായിരുന്നെന്ന്. ആ ഹിമാലയൻ നിരങ്ങിയുടെ മകനാണ് ദാ ഈ ഇരിക്കുന്ന കഥാപാത്രം. അതുപോലെ തന്നെ ഡേവിഡ് പടിക്കൽ തന്റെ അച്ഛനെ ആദ്യമായി കാണുന്ന സീനായിട്ട് ഓർമ്മിച്ച് മനസ്സിൽ കരുതി ആ പെർഫോം അങ്ങ് ചെയ്യാൻ പറയും. അച്ഛന് പകരം അവിടെ അമ്മയൊക്കെയാണ് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കൈ. ഇവിടെയൊക്കെ ഇപ്പൊ എന്താണ് നടക്കണമെന്ന് ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല. മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആയിപ്പോ. അതിൽ അച്ഛൻ പറയുന്നത് അമ്മ ഹിമാലയത്തിൽ അമ്മയും കൊണ്ട് പോയ സമയത്ത് അമ്മ വഴുതി വീണ് ഹിമാലയത്തിൽ വീണ് മരിച്ചു, അത് കിട്ടാനായിട്ടാണ് ഞാൻ ഇപ്പോഴും ഹിമാലയത്തിൽ വീണ്ടും കയറുന്നതെന്ന് പറയുന്നത്. അതേസമയം ഡേവിഡ് പടിക്കലിന്റെ അമ്മയെ പറ്റി കാണിക്കുന്നുണ്ട്. അവരിപ്പം നമ്മൾ വിചാരിക്കണോ അവരും ഹിമാലയത്തിൽ കയറിയപ്പോഴത്തേക്കും തെന്നി വീണ് മയ്യത്തായി എന്നാണോ നമ്മൾ കരുതേണ്ടതെന്നാണ് എന്റെ ഒരു സംശയം. ശരിക്കും എന്താണ് ഡയറക്ടർ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ലോ. അതുപോലെ തന്നെ സിനിമ കാണുമ്പോഴും. പിന്നെ ഇവിടുത്തെ പെർഫോമൻസ് നോക്കൂ. ഡേവിഡ് പടിക്കൽ എന്ന കഥാപാത്രം തുടക്കം നല്ല അഭിനേതാവല്ല എന്നാണ് പറയുന്നത്. ഒരു 3-4 സിനിമകളിലെ അഭിനയിച്ചിട്ടുണ്ട്. അത്ര എക്സ്പീരിയൻസ് ഉള്ള നടനല്ല. പക്ഷേ 1-2 സിനിമകൾ ബ്ലോക്ക് ബസ്റ്റർ ആയി. പിന്നീട് വന്ന പടങ്ങളെല്ലാം തുടരെ പൊട്ടുന്നതാണ് സിനിമയിൽ പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് അവസാനം ക്ലൈമാക്സിൽ എത്തുമ്പോൾ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമുക്ക് വേണ്ടി. അഭിനയം പഠിക്കാത്ത ടൊവിനോയും അഭിനയം പഠിച്ച ടൊവിനോയും തമ്മിലുള്ള വ്യത്യാസമൊന്നും എനിക്ക് ഇവിടെ എങ്ങും ഫീൽ ചെയ്തില്ല. ആദ്യം എങ്ങനെയാണോ അഭിനയിച്ചത് അതുപോലെ തന്നെയാണ് അവസാനവും. എന്തായാലും സിനിമയ്ക്കകത്തുള്ളവർ എല്ലാം ഇത് കണ്ട് കൈയടിക്കുന്നുണ്ട് കേട്ടോ. ദിവ്യപ്പോൾ ആര് സ്നോ വൈറ്റ് 40 കോടി ബജറ്റ് വിട്ട് നാട് മൊത്തം ചുറ്റിയേക്കണം. ഈ മഞ്ഞിലെ ഒറ്റ ഷോട്ട് എടുക്കാനൊക്കെ എനിക്ക് തോന്നുന്നു കാശ്മീരിൽ അങ്ങോട്ട് പോയിന്ന് 10-30 സ്ഥലങ്ങളിൽ പോയി പടം ഷൂട്ട് ചെയ്തെങ്കിലും പക്ഷെ പടത്തിന്റെ പ്ലോട്ട് ഒരു ഒറ്റ സ്ഥലത്ത് തന്നെയാണ് നിന്ന. എന്തായാലും സിനിമയുടെ അവസാനം എല്ലാവർക്കും അഭിനയം ഇഷ്ടപ്പെട്ട് എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ട്. ദാറ്റ് വാസ് ആൻ ഇംപ്രൂവ്മെന്റ്. ഓക്കെ ഗുഡ്. പടം അല്പം കൂടി വലിച്ചു നീട്ടാതെ കുറച്ചുകൂടി കൺവിൻസിംഗ് ആയി എടുത്തിരുന്നെങ്കിൽ നല്ലൊരു സിനിമയായിരുന്നു ഇത്. സൈന പ്ലേയിൽ ഇപ്പോൾ പടം അവൈലബിൾ ആയത് കണ്ട് നിങ്ങൾ എല്ലാവരും പോയി സിനിമ കണ്ടിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അത് ചന്തുവല്ലി, അത് സൗബിന്റെ നാടക ട്രൂപ്പിൽ അവൻ ചേർന്ന. ഓക്കെ ഗൈസ്, ഇത് ഈ പടത്തെ പറ്റിയുള്ള എന്റെ അഭിപ്രായമാണ്. ഇതൊരു റോസ്റ്റ് വീഡിയോ അല്ല. ഇറ്റ്സ് മൈ ഒപ്പീനിയൻ ഓൺലി. അപ്പൊ ശരി ഗൈസ്, നമുക്ക് വീണ്ടും അടുത്തൊരു സിനിമ റോസ്റ്റിൽ കാണാം. അതുവരേക്കും അങ്ങനല്ലല്ലോ, നമ്മൾ ഇനിയും കാണും. Thanks. Love you.